ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ ചാനൽ ക്രിയേഷൻസ് ഫോർ ലൈറ. ഞാൻ സൽമാമീർ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ നെക്ക് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഇവിടെ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ക്യാൻവാസിൽ ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ 5.5 ഇഞ്ച് ലെങ്ത്തിലും 3 ഇഞ്ച് വിഡ്ത്തിലുമാണ് ബോക്സ് വരച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിന് താഴെ ഇതുപോലെ 9.5 ഇഞ്ചിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. മേലെ നിന്ന് താഴേക്കാണ് കേട്ടോ 9.5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയത്. അതായത് ഏറ്റവും മേലെ നിന്നാണ് നമ്മൾ 9.5 ഇഞ്ച് അടയാളപ്പെടുത്തിയത്. അതിനുശേഷം നമ്മൾ ആ ബോക്സിനുള്ളിൽ ഒരു റൗണ്ട് നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴേക്ക് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളിൽ റൗണ്ട് നെക്കോ മറ്റേത് നെക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് വെക്കാം. അടിയിലെ ഷേപ്പും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾക്ക് വരയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഷേപ്പാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കോളൂ. എന്നിട്ട് നമ്മൾ പുറത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. തയ്യൽ തുമ്പാണ് ഈ കട്ട് ചെയ്ത് കളയുന്നത്. അത് നമുക്ക് തയ്ക്കാൻ സുഖത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊരു സ്ക്വയർ പീസായിട്ടും വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഉള്ളിൽ കാണുന്ന ഈ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഡിസൈൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ നെക്കിലേക്കാണ് അത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കാണ്. എന്നിട്ട് ഫോൾഡിങ് നീർത്തി നമ്മൾ വെക്കുമ്പോൾ ഇതുപോലെ നമുക്ക് ഒരു ഷേപ്പ് കിട്ടും. ഇപ്പോൾ നമ്മുടെ നെക്കിന് ഇതുപോലെ ലെങ്ത് ഉണ്ട് അല്ലേ. ഇനി നമുക്ക് അവിടെ പീസ് വെക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പണികളാണ് ഇനി അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നടന്നു നോക്കാം. 9.5 ഇഞ്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ നമുക്ക് 5.5 ഇഞ്ച് മാത്രമേ ലെങ്ത് ആവശ്യമുള്ളൂ. അപ്പോൾ ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ പീസ് വെച്ച് മറയ്ക്കണം കേട്ടോ. വേറൊരു പീസ് വെച്ച് മറയ്ക്കണം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഈ ഭാഗത്തെ അളവ് ഒന്ന് എടുക്കുകയാണ്. ഇവിടെ നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ടേപ്പ് വെച്ച് അളന്ന് നോക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഇതുപോലെ ഇവിടുത്തെ അളവ് നമുക്ക് 1/2 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തെ അളവ് 1 ഇഞ്ചായിരിക്കണം കേട്ടോ നമ്മൾ അളന്ന് നോക്കുമ്പോൾ കിട്ടേണ്ടത്. ഇനി നമുക്ക് ഒരു ക്യാൻവാസിൽ ഇത് വെച്ചൊന്ന് അയൺ ചെയ്തെടുക്കാം. അയൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിൽ നമ്മൾ ആ 1 ഇഞ്ച് അളവെടുത്തില്ലേ, ആ ഭാഗത്ത് കൃത്യമായി 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം മാത്രം ക്യാൻവാസ് അതിൽ കൊണ്ടുവച്ച് ഒട്ടിക്കുക കേട്ടോ. നമ്മുടെ ക്യാൻവാസ് ഒട്ടിക്കുന്ന രീതിയൊക്കെ നമ്മൾ ആദ്യം കാണിച്ചിട്ടുണ്ട്, വീഡിയോ പോയി കാണുക. ഇനി അടുത്തതായി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സൈഡൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. മടക്കി തയ്ച്ചതിന് ശേഷം നമ്മൾ വേറൊരു പീസ് എടുക്കുകയാണ്. അത് നമ്മൾ ഷോൾഡർ പീസായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തു. സെൻറ്റർ ഒന്ന് നമ്മൾ അറിയാൻ വേണ്ടി നമ്മളൊന്ന് മാർക്ക് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് നമ്മുടെ നെക്കിൻ്റെ സെൻറ്റർ പീസും ഷോൾഡറിൻ്റെ സെൻറ്റർ പീസും ഒരുമിച്ച് വെച്ച് ഇതുപോലെ നമ്മുടെ ക്യാൻവാസിൻ്റെ അരികിലൂടെ നമുക്ക് നെക്കൊന്ന് തയ്ച്ചെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെ കുത്തി നിർത്തേണ്ടിടത്തെല്ലാം കുത്തി നിർത്തി നമ്മൾ കൃത്യമായി തയ്ച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നല്ല ഭംഗിയിൽ നമ്മൾ തയ്ച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ 1/4 ഇഞ്ച് ഉള്ളിലേക്ക് നീക്കി നമ്മൾ ബാക്കിയുള്ള ഉള്ളിലെ പീസെല്ലാം കട്ട് ചെയ്ത് കളയാണ്. ഇവിടുത്തെ പീസും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ എൻഡ് വരെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിൽ ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മൾ ഈ പോർഷനിലൊക്കെ നല്ല ഷാർപ്പായി തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ ക്യാൻവാസ് നല്ല ഭംഗിയിൽ മറഞ്ഞു കിട്ടുള്ളൂ. ഇവിടെ എല്ലാം നല്ല ഭംഗിയിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ എല്ലാ ഭാഗത്തും കർവായി വരുന്നിടത്തെല്ലാം നമ്മൾ നല്ല ഭംഗിയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ക്യാൻവാസ് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ക്യാൻവാസ് മറച്ചിടുന്ന സമയത്ത് നമ്മുടെ ഈ തുമ്പ് പോലെ നിൽക്കുന്ന ആ ഭാഗം ഉണ്ടല്ലോ, അത് നല്ല ഷാർപ്പായി തന്നെ നമ്മൾ മറച്ചിടണം. ഇപ്പോൾ ഞാൻ കൈവച്ച് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഷാർപ്പായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ ഞാൻ കൈവച്ച് ചെയ്തുവെങ്കിലും നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നമുക്ക് അത് ഷാർപ്പായിട്ടല്ല കിട്ടിയിരിക്കുന്നത്. അത് നല്ല ഷാർപ്പായി ചെയ്താലേ നെക്ക് ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് നല്ല ഷാർപ്പായിട്ട് മറച്ചിടണം. അതിന് വേണ്ടി നമ്മൾ ഈർക്കിളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൂചി, അതായത് പോയിൻറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു വസ്തു വെച്ച് നമുക്ക് ഇതുപോലെ കുത്തി കൊടുക്കാം.
ഇപ്പോൾ ഇത് നല്ല ഷാർപ്പായിട്ട് വരുന്നുണ്ട്, കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ നല്ല ഷാർപ്പായിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. പതിച്ചടിക്കുന്നത് എഡ്ജിലൂടെ തന്നെ നല്ല ഭംഗിയായി നമ്മൾ പതിച്ചടിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ നല്ല ഭംഗിയിൽ മറച്ചിട്ടതിന് ശേഷം ഇതിൻ്റെ എഡ്ജിലൂടെ നമ്മൾ പതിച്ചടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ കോട്ടൺ തുണിയിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് സിൽക്കിൻ്റെ തുണിയാണ്. അത് മാത്രമല്ല നമ്മുടെ മെഷീൻ്റെ സൂചി പോയിൻ്റ് പോയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ തുണി ഒന്ന് ഇതുപോലെ വലിയുന്നുണ്ട്. അതായത് നമ്മൾ എന്താ പറയുക, കൊളത്തി വലിക്കില്ലേ, കൊളത്തി വലിക്കുക എന്ന് പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ. അതുപോലെ നൂല് ഇതുപോലെ വലിഞ്ഞ് വലിഞ്ഞ് വരുന്നുണ്ട്. തയ്ക്കുമ്പോൾ ഒട്ടും ഫിനിഷിങ് കിട്ടുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് ഇവിടെയൊക്കെ കണ്ടോ തുണി വലിഞ്ഞ് നിൽക്കുന്നത്? അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്ക്കുമ്പോൾ നമ്മുടെ നീഡിലൊക്കെ നല്ല ഷാർപ്പായ നീഡിൽ യൂസ് ചെയ്യുക. എൻ്റെ കയ്യിൽ വേറെ നീഡിൽ ഇരിക്കണില്ല, അതുകൊണ്ട് നമുക്ക് മെഷീനിൽ നിന്നും മാറിയിരിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നെക്ക് നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്ക് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഞാനിതൊന്ന് അയൺ ചെയ്തു, അപ്പോൾ അതിൻ്റെ ആ വലിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ പൈപ്പിംഗ് വെക്കണം. ഈ ഷേപ്പിൽ നമുക്ക് പൈപ്പിംഗ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ ഒരു വൈറ്റ് കളറുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ആ ക്രോസ് പീസ് ഞാൻ ജോയിൻ ചെയ്തു, ഒരു സൈഡ് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അത് നമ്മുടെ നെക്കിൽ വെച്ച് തയ്ച്ചെടുക്കണം. നമ്മളത് നെക്കിൽ വെച്ച് ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പൈപ്പിംഗ് തയ്ക്കുന്ന വിധമൊക്കെ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ക്രോസ് പീസ് ഇതുപോലെ നമ്മുടെ നെക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് വെച്ച് കൊടുത്ത് തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ പോയിൻറ്റഡ് ആയിട്ടുള്ള പോർഷനൊക്കെ എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ കുത്തി നിർത്തുക. എന്നിട്ട് നമ്മുടെ ക്രോസ് പീസ് തിരിച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വീണ്ടും തയ്ച്ചു കൊണ്ടുവരാം. ഇങ്ങനെ നമ്മുടെ നെക്ക്, നമ്മുടെ പൈപ്പിംഗ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ വരെ തയ്ച്ച് പൈപ്പിംഗ് മടക്കി വെച്ച് തയ്ച്ച് ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ 5 ഇഞ്ച് നീളവും 1.5 ഇഞ്ച് വീതിയുള്ള കുറച്ച് പീസ് തുണികളാണ്. അതായത് നമ്മുടെ പൈപ്പിങ്ങിന് ഉപയോഗിച്ച വെള്ളത്തുണി, നമ്മുടെ നെക്ക് വെക്കാൻ ഉപയോഗിച്ച പച്ചത്തുണിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം നമ്മൾ ആ ഗ്രീൻ കളറിലോ അല്ലെങ്കിൽ ഇതുപോലെ വൈറ്റ് കളറിലുള്ള തുണി ഇതുപോലെ ഒരു 11 ഇഞ്ച് നീളവും ഒരു 5 ഇഞ്ച് വീതിയിലും നമ്മൾ എടുക്കുക. എന്നിട്ട് അതിനെ കൃത്യമായി സെൻറ്റർ ഫോൾഡ് ചെയ്ത് അതിൻ്റെ 2 സൈഡും ഇതുപോലെ നമ്മളൊന്ന് അടിച്ചു കൊടുക്കുക. ഈ തുണിയുടെ നീളം 11 ഇഞ്ച് ഉണ്ട്. ഏകദേശം ഒരു 11 ഇഞ്ച് നീളവും ഒരു 5 ഇഞ്ച് വീതിയാണ് ഇട്ടുള്ളത്. അത് ഞാൻ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ സൈഡ് അടിച്ചു കൊടുത്തത്. ഉള്ള തുണി വൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇനി എടുക്കേണ്ടത് ഗ്രീൻ കളറുള്ള തുണിയാണ്. അത് ഇതുപോലെ എടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ തയ്ച്ചെടുത്ത ഈ തുണിയുടെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് താഴോട്ട് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് അടിക്കാം. 1/4 ഇഞ്ചാണ് നമ്മൾ അവിടുത്തെ അളവ് കൊടുക്കുന്നത്. ആ 1/4 ഇഞ്ച് താഴോട്ട് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു വൈറ്റ് തുണി എടുക്കുക, ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഗ്രീൻ തുണിയിൽ നിന്നും 1/4 ഇഞ്ച് താഴേക്ക് മാറ്റി ഇതുപോലെ പ്ലേസ് ചെയ്ത് അതും അവിടെ ഒന്ന് തയ്ച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമുക്കൊരു ഗ്രീൻ കളർ തുണി എടുക്കാം, ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ 1/4 ഇഞ്ച് നീക്കി ഇതുപോലെ തന്നെ നമുക്ക് അവിടെ തയ്ക്കാം. ഇങ്ങനെ ഗ്രീനും വൈറ്റും മാറി മാറി നമ്മൾ തയ്ച്ച് എൻഡ് വരെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ എൻഡ് വരെ നമ്മൾ ഇതുപോലെ 2 കളറും മാറി മാറി 1/4 ഇഞ്ച് വെച്ച് കൊടുത്ത് നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ അത് എൻഡ് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡൊന്ന് അടിച്ച് ഫിക്സ് ചെയ്തെടുക്കണം അല്ലേ. തയ്ച്ച് ആ തുണിയിൽ നമുക്ക് ഇപ്പുറത്തെ സൈഡും ഒന്ന് ഫിക്സ് ചെയ്ത് എടുക്കണം. അതിനു വേണ്ടി നമ്മൾ കൃത്യമായി അവിടെ അളന്ന പോലെ തന്നെ 1/4 ഇഞ്ച് ഈ സൈഡിലും കൃത്യമായി പിടിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് തന്നെ നമ്മൾ തയ്ച്ചെടുക്കുക. 2 ഭാഗത്തും വീതി കൃത്യമായിരിക്കണം കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഓരോ ലെയറും പിടിച്ച് ഇതുപോലെ കൃത്യമായി വെച്ച് കൊടുത്ത് നമുക്ക് എൻഡ് വരെ തയ്ച്ചെടുക്കാം.
ഇങ്ങനെ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താണ്. അത് ഇവിടുത്തെ അളവാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ അടയാളപ്പെടുത്തുന്നത്. ആ 1 ഇഞ്ച് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൃത്യമായി അടയാളപ്പെടുത്തണം. അതിനുവേണ്ടി നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്, ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൃത്യം തുല്യമായി ഫോൾഡ് ചെയ്തിട്ട് നേർപകുതിയായി ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താണ് ചെയ്യുന്നത്. 1 ഇഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പുറത്തും ബാക്ക് വശത്തും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്താം. ഇപ്പോൾ ഇത് 1 ഇഞ്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ തയ്ച്ച് വെച്ച നെക്ക് എടുത്ത് അതിൻ്റെ ഈ ഭാഗം ആദ്യം അടയാളപ്പെടുത്തിയ പോയിന്റിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഇവിടെ കെട്ടിട്ടുകൊണ്ട് നമ്മൾ തയ്ക്കുക. ഒന്ന് കെട്ടിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ തുണി, താഴെയുള്ള തുണി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആ പൊസിഷനിൽ ലെവൽ ചെയ്ത് കൊടുത്ത് വെച്ച് ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുക. കൃത്യമായി തന്നെ ചെരിയാതെ വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ അടിയിലെ തുണി ചെരിയാതെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പൈപ്പിങ്ങിൻ്റെ സൈഡിലൂടെ തയ്ച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എത്തുമ്പോൾ ഈ പോയിന്റിലേക്കും ഇതിൻ്റെ എൻഡ് കൃത്യമായി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്ച്ചെടുക്കുക. ഈ പോയിന്റിലേക്ക് നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും പണിയുള്ളൂ കേട്ടോ നമ്മുടെ നെക്കിന്. ഈ നെക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് തയ്ക്കാം. അവസാനം നമ്മൾ കെട്ടിയിട്ട് ഇതുപോലെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ബായ്.